ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലെ കാര്യമാണ്. അനുമോളും ജിസയിലും ജയിലിലേക്ക് പോകുന്നു. ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ 2 മണിക്കൂർ വെച്ച് ഒരു ദിവസം നിങ്ങൾ പോയിരുന്ന് സംസാരിച്ച് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ ആ പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടില്ല. ജയിലിൽ പോയി കഴിഞ്ഞിട്ടും അടിയാണ്. അപ്പം ജയിലിൽ പോയി കഴിഞ്ഞതിന് ശേഷം ജിസേലിൻ്റെ ഒരു ഫോട്ടോ അനുമോള് കുത്തി വരച്ച് വികൃതമാക്കി ഒരു യക്ഷിയുടെ രൂപം പോലെയൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ജിസേൽ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് അനുമോളെ കാണിച്ചത്? എൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചത് വളരെ മോശമായിപ്പോയി. നീ എന്തിന് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നു? നിനക്ക് എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യം? നീ കർമ്മയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ നിനക്കത് തിരിച്ച് കിട്ടിയിരിക്കും. നീ എന്നെയും ആരിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിനെയൊക്കെ ചേർത്ത് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ. നീ എന്നെ പറ്റിയിട്ട് അത്രയ്ക്കും മോശമായിട്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ നീ പറഞ്ഞുണ്ടാക്കിയത്, നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജിസയിൽ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, നീ എന്നെ യക്ഷിയെന്ന് വിളിച്ചല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുമോളും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും വരുന്നുണ്ട്. ഇവരെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള വഴക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവരെ വഴക്ക് കേട്ടിട്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും വെളിയിൽ വന്നിട്ട് ജയിലിന്റെ വട്ടം കൂടിയിരിക്കുന്നുണ്ട്. അപ്പം ജിഷൻ അനുമോളോട് പറയുന്നുണ്ട്, അനുമോളെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിന്റെ ഫോട്ടോ കത്തിച്ചപ്പോഴത്തേക്ക് നിനക്ക് വിഷമമായല്ലോ, അപ്പം എന്തിനാ നീ ജിസേലിന്റെ ഫോട്ടോ ഇങ്ങനെ കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്തത്? അപ്പം ജിസേലിന് വിഷമമാവത്തില്ല? ഇങ്ങനെയൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അനുമോള് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുന്നു. അപ്പോൾ അനുമോള് ജിസേലിൻ്റെ അടുത്തൊരു മറുപടി പറയുന്നുണ്ട്. റിവഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഷാനവാസ് ലക്ഷ്മിക്ക് കൊടുത്തൊരു റിവഞ്ച് ഉണ്ടല്ലോ. ലക്ഷ്മി വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെ അടുത്ത് രാവിലെ എന്നിട്ട്, ഷാനവാസും ഉണ്ട് അവിടെ, അപ്പാനിയും ഉണ്ട്, ഫുഡ് എവിടെ? എനിക്ക് രാവിലെ കഴിക്കണം, എനിക്ക് 7 മണിക്ക് എനിക്ക് കഴിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് എവിടെ? നിങ്ങളൊക്കെ ഇവിടെ എന്തുവാണ് പിന്നെ കാട്ടിക്കൂട്ടുന്നത്? സാധനമുണ്ട്, അരിയുണ്ട്, മണ്ണെണ്ണ ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ നിങ്ങൾ എവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച ലക്ഷ്മി എടുത്ത് പിറ്റേന്ന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഷാനവാസ് രാവിലെ പോകുന്നു, അവിടെ കിച്ചണിൽ അനുവും ലക്ഷ്മിയാണ് നിൽക്കുന്നത്. അപ്പം ഷാനവാസ് പോയിട്ട് പറയുന്നു, എനിക്കിപ്പം ഫുഡ് വേണം, ഫുഡ് എവിടെ? നിങ്ങളിവിടെ എന്താണ് കാണിക്കുന്നത്? അരിയുണ്ട്, മണ്ണെണ്ണയുണ്ട്, ഉപ്പുണ്ട്, എനിക്കിപ്പോൾ ഫുഡ് കിട്ടിയേ പറ്റൂ. ഇന്നലെ ഇതുപോലൊന്നും അല്ലല്ലോ കിടന്നിട്ട് ഡയലോഗ് അടിച്ചത് എന്ന അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തൊരു റിവഞ്ച് നമ്മൾ കണ്ടതാണ്. അതുപോലാണ് ഇപ്പം അനുവും തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നാണയത്തിൽ തന്നെയാണ് അനു തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അനു പറയുന്നുണ്ട്, എൻ്റെ ഫോട്ടോ കത്തിച്ചപ്പോഴത്തേക്ക് നീ എന്താണ് പറഞ്ഞത്? നീ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലേ, ആളെയൊന്നും അല്ലല്ലോ കത്തിച്ചത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതെന്നാണ് നീ എന്നോട് പറഞ്ഞതന്ന്. അപ്പം ഇപ്പം ഞാനും പറയുന്നു, ഒരു ഫോട്ടോ അല്ലേ കത്തിച്ചത്, ആളെയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഞാനും ചോദിക്കാന്ന് പറഞ്ഞിട്ട് അനുമോളും അതേ നാണയത്തിൽ തന്നെ തിരിച്ചൊരു മറുപടി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അനുമോളും ജിസയിലൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിസയിൽ അനുമോളടുത്ത് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് എപ്പോഴും ആരിൻ്റെ അടുത്ത് നീ ജിസേലിൻ്റെ കൂടെ പോ, അല്ലെ എൻ്റെ അടുത്ത് നീ ആരിൻ്റെ കൂടെ പോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നത്? നീയും ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഞാനൊന്നും പറയുന്നില്ലല്ലോ. അപ്പം നിനക്ക് വേണമെങ്കിൽ ഡേറ്റിംഗ് കൂടാം, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് കൂടാം, ഞാനൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? അതുപോലെ ശൈത്യയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചാലും ശൈത്യ എടുത്ത് പിണങ്ങുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ഇരുന്ന് സംസാരിക്കും, ഞാൻ ആരോട് ഇരുന്ന് സംസാരിക്കുന്നു അവരോടത്തെല്ലാം നീ പിണങ്ങുന്നു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റെന ഫാത്തിമ അവിടെ ഇരുന്നിട്ട് പറയുവാണ്, ഈ അനുമോക്ക് എങ്ങനെയാണ് ഇത്രയും സപ്പോർട്ട് പുറത്ത്, എങ്ങനെ ആൾക്കാരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തുന്നെന്ന് റെന ഫാത്തിമ അവിടെ നിന്ന് പറയുന്നുണ്ട് അനുമോളടുത്ത്. അപ്പോൾ അനുമോള് പറയുവാണ്, 10-11 വർഷമായിട്ട് ഈ പ്രേക്ഷകർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അപ്പോൾ ഈ ഒരു 3 മാസവും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, അനുമോക്ക് ഇപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അനുമോക്ക് കുറേ PR അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, PR ആണ്, അതാണ് ഇതാണ്, മാനയാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഈ അനുമോള് ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പോൾ 1 മാസം പോലും ആവുന്നില്ലല്ലോ. അപ്പം ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ അനുമോക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഫാമിലി പ്രേക്ഷകരായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ അനുമോക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ മാജിക് എന്നുള്ളൊരു പരിപാടി കാരണമാണ് അനുമോക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാൻ ഒരു കാരണമായെന്ന് തോന്നുന്നു. കാരണം അപ്പോൾ PR കൊടുക്കേണ്ട കാര്യമില്ല. PR കൊടുക്കുന്നെന്ന് പറയുന്ന, അല്ലെങ്കിൽ അനുമോക്ക് ഇത്രയും PR ആണെന്ന് പറയുന്ന ആൾക്കാർ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓൾറെഡി അനുമോക്ക് നല്ല സപ്പോർട്ട് ഓൾറെഡി വെളിയിലുണ്ട്, അത് PR കൊടുത്ത് കയറ്റേണ്ട ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജിസയിലും പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ മലയാളി അല്ല. അപ്പം മലയാളി അല്ലെങ്കിൽ തന്നെയും, കേരളത്തിലല്ല ഞാൻ ജനിച്ചെങ്കിൽ തന്നെയും എന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ശരി ഏതാ തെറ്റേതാന്ന് വെച്ചിട്ട് എന്നെയും ആൾക്കാർ മനസ്സിലാക്കും, എനിക്കും സപ്പോർട്ട് കിട്ടുമെന്ന് ജിസയിലും അവിടെ പറയുന്നുണ്ട്. ഇപ്പം ജിസേലിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജിസേലിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളല്ല ഇപ്പം പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല പിന്നെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കത്തില്ല. നേരെ മറിച്ച് അനുമോൾ എന്താണ് ചെയ്യുന്നത്, പറയുന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും. പുള്ളിക്കാരി ഇതുവരെ ആ ബിഗ് ബോസ് വീട്ടിൽ കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷെ ജിസയിലായിക്കോട്ടെ, ഈ ആര്യനായിക്കോട്ടെ,
കള്ളം മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് ഇത് എത്രമാത്രം ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പം ജിസേലിന് ഇത്രയും പരിഭവവും പരാതിയും പറയേണ്ട കാര്യമില്ല. അനുമോൾ എന്നെ അങ്ങനെ വിളിച്ചു, എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരിഭവം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ജിസേലും ഒട്ടും മോശക്കാരിയല്ല. ജിസേലും നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം ജിഷന് എന്നെ നല്ലപോലെ അറിയാം, നീ എന്ത് പറഞ്ഞാലും ജിഷൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഈ ജിസേൽ എന്താണ് പറഞ്ഞത്, നിനക്കെങ്ങനെ അറിയാം, നീ ജിഷന്റെ കൂടെയാണോ പുറത്തു പോയി താമസിച്ചത്, നിങ്ങൾ ഒരു വീട്ടിലാണോ താമസിച്ചതെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ചോദ്യം അവിടെ ഒരു സംസാരം അവിടെ പറയുന്നുണ്ട്. അപ്പം അത്രയും മോശമായിട്ടാണ് പല കാര്യങ്ങളും ഈ ജിസേലായാലും സംസാരിക്കുന്നത്. അപ്പം അനുമോളെ മാത്രം അങ്ങനെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. രണ്ടുപേരെ ഭാഗത്തും ഓരോ ഇതിന് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ട്. ഒരാളെ മാത്രം അങ്ങനെ ചേർത്ത് പറയുന്നത് ശരിയല്ല. ഇവിടെ ഇപ്പം അനുമോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറ്റമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. എല്ലാവരും മറ്റേ പി ആർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുവാണെന്നുള്ള ധാരണയിലങ്ങ് ആക്കി തീർക്കുവാണ്. അപ്പം ഈ ജിസേലിന്റെ ഭാഗത്തുനിന്നും കുറേ സംസാരങ്ങളുണ്ട്. അപ്പം അതും ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ജിസേലാണ് ഏറ്റവും കൂടുതൽ അവിടെ മോശവാക്കുകളും കള്ളങ്ങളായാലും പറഞ്ഞിട്ടുള്ളത്. അനുമോള് പിന്നെ കള്ളങ്ങളൊന്നും പറയുന്നില്ല, പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ പുള്ളിക്കാരി ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പം ജിസേലിന്റെയും ആര്യന്റെയും ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നം, അതിൽ തന്നെ പുള്ളിക്കാരി ഇപ്പോഴും ലൈവിൽ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, ഞാൻ ഇപ്പോഴും ആ ഒരു പ്രശ്നത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് ലാലേട്ടൻ പറയുന്ന സമയത്ത് ചോദിക്കാതിരിക്കുമോ എനിക്ക് തോന്നുന്നു. മിക്കവാറും ഈ ബിഗ് ബോസും ടീമും ഈ ഒരു സംഭവം ഒന്നെങ്കിൽ എടുത്തിടത്തില്ല, അല്ലെങ്കിൽ തന്നെ എടുത്തിട്ടാൽ തന്നെ, കാരണം ഇതൊരു ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സാധനം വെളി വിട്ടിട്ടില്ല. അപ്പം ഇത് പറയുന്ന സമയത്ത് ചിലപ്പം പറയുമായിരിക്കും അനുമോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ക്യാമറ ഇവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വിഷ്വലൊക്കെ ഇല്ലാത്ത വിഷ്വലൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇവിടെ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്, അനുമോക്ക് തോന്നിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും അത് സോൾവ് ചെയ്ത് വിടാനുള്ള പരിപാടിയൊക്കെ നടത്തും. മിക്കവാറും അതൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അതൊക്കെ ഷോയുടെ ഒരു ഇതിനെ ബാധിക്കുന്ന ഒരു കേസായതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ അത് അങ്ങനെ ഒരു കാര്യം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിനെയും കൂടെ അത് ബാധിക്കും. കാരണം ഇപ്പോൾ ഈ അനുമോൾ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നുള്ളൊരു പ്രശ്നമല്ല, പക്ഷെ അത് അവരുടെ ലൈഫിനെയും കൂടെ ബാധിക്കുന്നതുകൊണ്ട് ബിഗ് ബോസ് അത് വെളിവിടാൻ ചിലപ്പം താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ടായിരിക്കാം ഈ ആഴ്ച രണ്ടുപേരെ ലാലേട്ടനെ കാണുന്നതിൽ നിന്ന് വിലക്കാൻ പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ബിഗ് ബോസ് തന്നെയാണ് അത് പറഞ്ഞേക്കുന്നത്. ചിലപ്പം ബിഗ് ബോസ് അത് കൊണ്ടുവന്നത് ചിലപ്പം വീട്ടിലുള്ള ആൾക്കാർ ഇവരെ രണ്ടിനെയും പറയും എന്നുള്ളൊരു ധാരണയിലായിരിക്കാം അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവിടെ ഷാനവാസിനെയും ഈ റെന ഫാത്തിമയാണ് അവർ സെലക്ട് ചെയ്തത്. ബിഗ് ബോസ് വിചാരിച്ചത് ചിലപ്പം ഈ അനുവിനെയും അതുപോലെ ജിസേലിനെയും ആരെങ്കിലും രണ്ടുപേരെ മാറ്റി നിർത്താം എന്നുള്ളൊരു ധാരണയിലായിരിക്കും ബിഗ് ബോസ് ചിന്തിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം അവിടെ കൊണ്ടിട്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ടോപ്പിക്ക് അവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, അവരില്ലാത്ത സമയത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മറഞ്ഞു പോകും. പിന്നെ അടുത്തുള്ള പ്രശ്നങ്ങളായിരിക്കും പിന്നെ ലാലേട്ടൻ സംസാരിക്കുന്നത്. ഇനി കട്ടപ്പ 2.0യുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആരാന്ന് മനസ്സിലായി കാണും, ശൈത്യയാണ്. ശൈത്യ ആദിലെടുത്ത് കുറച്ച് കാര്യങ്ങൾ ലൈവിൽ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, അനുവിനെ പറ്റി ശൈത്യ പറയുവാണ്, അനുമോള് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇമോഷൻസും അമ്മ അച്ഛൻ എന്നൊക്കെ ഉള്ളൊരു ഇമോഷൻസ് ഇട്ടുകൊടുത്ത് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അനുമോള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. അനുമോള് ചെയ്യുന്നത് വളരെ ചീപ്പ് പരിപാടിയാണെന്നും പറഞ്ഞിട്ട് ഈ ശൈത്യം ഉണ്ടല്ലോ അതിലെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ അനുമോളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതുപോലെ ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ടിനും വേണ്ടിയിട്ട് എന്നെയും കൂടെ കരുവാക്കിക്കൊണ്ടിരുന്നതാണ്. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായെന്നാണ് ഈ കട്ടപ്പ 2.0 അവിടെ പറഞ്ഞ് ഇതാക്കുന്നത്. ഈ ശൈത്യ വന്നിട്ട് പറയുന്നുണ്ട്, ആ മൊണ്ണേന്ന് വിളിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് മനസ്സിലായെന്നും പറയുന്നുണ്ട്. ആ മൊണ്ണേന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് കുറച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ശൈത്യ ജിസേലിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഈ ശൈത്യം ഉണ്ടല്ലോ അത് പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അത് നമുക്കങ്ങനെ പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ജിസേലിനെ പറ്റിയിട്ട്, ജിസേലിനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ശൈത്യയുടെ ഒരു ക്യാരക്ടർ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. അനുവിൻ്റെ കൂടെ നിന്നിട്ട് കൊട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പം ശൈത്യ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കട്ടപ്പ 2.0 പുള്ളിക്കാരി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കട്ടപ്പ ഇതിലും ഭേദമാണ്. ശൈത്യയുടെ മുമ്പിൽ കട്ടപ്പയൊന്നും ഒന്നുമല്ല കേട്ടോ. ഇതുപോലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുത്തുവാളെടുക്കും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുപോലുള്ളൊരു ഫ്രണ്ട്സിനെ ഒന്നും ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ശൈത്യ. ഇപ്പം ലിഫ്റ്റിക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് വീക്കിൽ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് തന്നെ ശൈത്യ ചാടി എണീറ്റിട്ട് ശൈത്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നേ ഞാൻ ശൈത്യയുടെ ഒരു ഇത് ഞാൻ നോട്ട് ചെയ്തതാണ്. ശൈത്യ എന്താണ് അവിടെ പറഞ്ഞ് ചാടി എണീച്ചിട്ട്
ലാലേട്ട ഞാൻ പറഞ്ഞതാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഇതൊന്നും വേണ്ട എന്ന് ശൈത്യ അവിടെ ചാടി എണീറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോഴേ ഞാൻ ശൈത്യയെ ഞാനൊന്ന് മനസ്സിലാക്കിയതാ, ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ കണ്ടതാണ്, അക്ബറിന്റെ അടുത്തും അതുപോലെ അപ്പാനെ അടുത്തും ചെന്നിരുന്നിട്ട് അനുവിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കുറ്റം പറഞ്ഞങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ടാണ് ശൈത്യ. അപ്പം ലാലേട്ടൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു വീഡിയോ കാണിച്ചതിന് ശേഷം പിന്നെ അതുവരെ ജിസേലിനെ കുറ്റം പറഞ്ഞിരുന്ന ശൈത്യയാണ് പിന്നെ ജിസേലിന് ഫുള്ള് സപ്പോർട്ടാണ് ശൈത്യ കൊടുക്കുന്നത്. നിലപാടെന്നൊരു പറഞ്ഞ സാധനം ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഈ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാം. ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം see you.